എൻ്റെ പേര് ബുഷർ. ഞാൻ കൽപ്പറ്റ പിണങ്ങോട് ബെറ്റ് എമർജൻസി ടീമിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ കൽപ്പറ്റ സിവിൽ ഡിഫൻസ് ഇതിലും വർക്ക് ചെയ്യുന്നു. നമ്മൾ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തി. 6 മണിക്ക് ഇവിടെ എത്തിയതിന് ശേഷം റാണിമലയിൽ നിന്നൊരു 24 പേർ കുടുങ്ങി എന്നുള്ളൊരു മെസ്സേജ് ഇന്നലെ കിട്ടിയിരുന്നു. അതിന് റാണിമല എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന പ്രദേശം എത്ര വ്യത്യാസമായിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്ററും വ്യത്യാസം ഉണ്ടാവും. അവിടുന്ന് രാത്രി വിളിച്ചു. അതിനുശേഷം നമ്മൾ രാവിലെ ഒരു 25 സംഘം ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയി. പിണങ്ങോട് ടീം, പൾസ് എമർജൻസി ടീം, ബെറ്റ് ടീം, അതുപോലെ മിലിറ്ററിയുടെ കുറച്ച് ടീമും കൂടെ പോയി അവിടെ ഒരു താൽക്കാലിക റാമ്പിട്ടു. അതിനുശേഷം ആ റാമ്പ് കൂടെ ഇപ്പുറത്ത് കിടന്നിട്ട് 24 പേരെ റെസ്ക്യൂ ചെയ്തിട്ട് നമ്മൾ ഇപ്പുറത്ത് എത്തിച്ചു. അവരെ സുഖമായിട്ട് നമുക്ക് നാട്ടിലെത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് ഈ റാണിമലയിൽ ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഇല്ല, റാണിമലയിൽ ഇനി ആരും അവശേഷിക്കുന്നില്ല. ആ ഭാഗം ഏകദേശം ക്ലിയറാണ്. നമ്മളെപ്പോൾ നോക്കിയതാണ്, അവിടെ ഇനി ആരും അവശേഷിക്കുന്നില്ല. ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് റാണിമലയിലേക്ക് ഇനി എത്ര ദൂരം കാണും? അവിടുന്ന് ഏകദേശം തന്നെ അവിടുന്ന് ജസ്റ്റ് അതിൻ്റെ ക്രൗൺ എന്ന് പറയുന്ന സാധനം അതിൻ്റെ ടോപ്പ് കാണാൻ പറ്റുന്ന ദൂരം തന്നെ ഉള്ളൂ. ഏകദേശം തന്നെ 1 കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ റാണിമലയിൽ നിന്നും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് നിന്ന് ഈ പ്രഭവ കേന്ദ്രത്തിലേക്ക് എത്ര ഡിസ്റ്റൻസ് കാണും? ഏകദേശം തന്നെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് സാധാരണ ലാൻഡ് ലൈവിലുണ്ടാവും. ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരു ആഴം നമുക്ക് എത്രമാത്രം നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദുരന്തം ഉണ്ടാകും മറ്റ് ഇന്ത്യയിലെ തന്നെ മറ്റ് അപകടങ്ങളുടെയൊക്കെ ഒരു കണക്കെടുക്കുമ്പോൾ? 2019 നമുക്ക് പുത്തുമല പൊട്ടിയ സമയത്തായിരുന്നു ഞങ്ങൾ വിചാരിച്ചു അതാണ് ഏറ്റവും വലിയത്. പക്ഷേ അവിടെ ഇന്നലെ മുതൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം ഇത് കണ്ടപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ ചെയ്യാന്നുള്ളൊരു പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ജനങ്ങളും ഫയർഫോഴ്സും നേവിയും അതുപോലത്തെ എല്ലാ ടീമും വന്നിട്ട് നമ്മളെ സഹായിച്ചത് കൊണ്ടും ഒരുപാട് ബോഡി എടുക്കാൻ പറ്റി, ഒരുപാട് ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയെന്നൊരവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്തേക്ക് യന്ത്രങ്ങളുടെ സഹായമില്ലാതെ ഇനി ഒരു പക്ഷേ ആളുകൾ തിരയുക എന്ന് പറയുന്നത് ഒരു പക്ഷേ കൂടുതൽ പ്രശ്നമായിരിക്കും. ഈ യന്ത്രങ്ങൾ എത്തിക്കാൻ പറ്റാത്തൊരു പ്രശ്നവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെങ്ങനെ മറികടക്കാൻ കഴിയും? എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നമുക്കൊരു റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഹിറ്റാച്ചി പോലത്തെ ചെറിയ ഹിറ്റാച്ചി പോലത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബോഡി എടുക്കാൻ പറ്റും. 2 ദിവസം കഴിഞ്ഞാൽ സ്മെല്ലൊക്കെ വന്ന് നമുക്ക് ബുദ്ധിമുട്ടാവും. ചെറിയ ഹിറ്റാച്ചികൾ കടത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളൂ. ഏകദേശം എന്ന് പറഞ്ഞാൽ ചെറിയ ഹിറ്റാച്ചികൾ കഴിയുന്ന പരമാവധി ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള സെർച്ചിങ് ആരംഭിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഭൂമി കാണുമ്പോൾ താഴെ കൂടി ഒഴുകുന്ന ഈ ഒരു മലവെള്ളപ്പാച്ചിലിൻ്റെ ഒരു 200 മീറ്റർ ഉയരത്തിലൊക്കെ ആയിരിക്കണം നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ കാണപ്പെടത്തക്ക താഴെ കൂടെ പോകുന്നത് പോലെയുള്ള വലിയ പാറ കഷ്ണങ്ങൾ തിരിച്ചു വന്നിട്ടുള്ള ഒറ്റപ്പെട്ട 1-2 വലിയ റോക്കുകൾ നമുക്ക് കാണാമെന്ന് ചോദിച്ചാൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ആ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് ആയിരിക്കുമോ? വെള്ളവും മരവും കല്ലും എല്ലാം കൂടെ മിക്സായിട്ടാണ് ചളി രീതിയിലാണ് വരുന്നത്. അത് ഒരു സ്ഥലത്തു നിന്ന് വന്ന് മറ്റേ ഡീവിയേറ്റ് ചെയ്തിട്ട് അത്രയും പവറിലാണ് നമുക്കത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഘാതം കൂടുതലുണ്ടാകുന്നത്. ആ സൈഡ് തട്ടിപ്പോയി പിന്നെ മറു സൈഡിലേക്ക് വരുമ്പോൾ വീടിനെ സ്വൈപ്പ് ചെയ്തിട്ട് പോവാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ആ രീതിയിൽ ഒരു വലിയ പൊട്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആൾനാശം. ഏകദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം തന്നെ 300ഓളം വീടുകളുണ്ട്. അതിൽ ഈ സൈഡിലുള്ള 120 വീടോളം പോയിട്ടുണ്ടെന്നാണ് കണക്ക്.